ആദ്യമായി ഇതാ അമേരിക്കൻ ഡൈനിങ്. വ്യത്യസ്ത രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോഗ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ ബർഗേഴ്സ്, പിസ്സ, റാപ്സ്, സാൻഡ്വിച്ച്, ബ്രോസ്റ്റഡ് ചിക്കൻ, ഷേക്സ്, മൊഹിത്തോസ്, ബബിൾ ടീ, ഫലൂദ, ഐസ്ക്രീംസ്, ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലലിയും രുചിമാധുര്യങ്ങൾ വോഗ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. വോഗ് കഫേയുടെ രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും. വോഗ് കഫേ, ആർകെ ടവർ, ചേലക്കര. ഫോൺ 9744075875. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 12-13 തീയതികളിൽ ചേലക്കര അനില കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്നു. കോഴിക്കോട് സർവകലാശാല കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ VL ലജീഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി, സെക്രട്ടറി TV മോഹൻദാസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ MN നീലകണ്ഠൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എല്ലിശ്ശേരി വിശ്വനാഥൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവഹണ സമിതി അംഗം V മനോജ് കുമാർ, മേഖലാ കമ്മിറ്റി അംഗം V പ്രമോദ് തുടങ്ങിയവർ ചേലക്കര പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്ന AIPSN എന്ന് പറയുന്ന സംഘടനയുടെ ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 62ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളനമാണ് ചേലക്കരയിൽ വെച്ച് ഏപ്രിൽ 12-13 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. അതിനെ മുന്നോടിയായിട്ടുള്ള ഒരുപാട് അനുബന്ധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോഴിക്കോട് സർവകലാശാല കമ്പ്യൂട്ടർ സയൻസിലെ മേധാവിയായിരുന്ന, ഇപ്പോൾ അവിടുത്തെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ലജീഷ്, അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 2 ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന സംഘടനാ അംഗങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ വിവിധ പരിപാടികളോടുകൂടി 2 ദിവസം നമ്മൾ മുഴുവനായി തന്നെ ഈ സമ്മേളനത്തിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നതാണ്. ഇതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഏപ്രിൽ 12-13 തീയതികളിൽ ചേലക്കര അനില കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുന്നത്. ഏതാണ്ട് 250ഓളം പ്രതിനിധികളുണ്ടാകുമെന്നാണ്. ഈ വിവിധ മേഖലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഏതാണ്ട് 250 പേരുണ്ടാവും. പരിഷത്തിൻ്റെ സമ്മേളനം ഈ 2 ദിവസത്തെ ഒരു പ്രതിനിധി സമ്മേളനം മാത്രമല്ല, മറിച്ച് ഒരു 2 മാസം നീണ്ടുനിന്ന അനുബന്ധ പരിപാടികളോട് കൂടിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചേലക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ശാസ്ത്ര പുസ്തകങ്ങളുടെ ലൈബ്രറി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പാഞ്ഞാളിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു. ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏതാണ്ട് 1,35,000 രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളും മറ്റ് കുട്ടികളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നടത്തുന്നത്. SMT ഹയർ സെക്കൻഡറി സ്കൂളിൽ 7-ാം തീയതി നമ്മുടെ MP-യും ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ K രാധാകൃഷ്ണൻ നിർവഹിക്കും. അത് 1,40,000 രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. ഇന്നലെ പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര ലൈബ്രറി നമ്മുടെ MLA എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ഇന്നലെ നിർവഹിച്ചു. അതുപോലെ തന്നെ ഈ പരിഷത്ത് ചേലക്കര മേഖല എന്ന് പറയുന്നത് 6 പഞ്ചായത്തുകളാണ്. ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി എന്ന് പറയുന്നത് 6 പഞ്ചായത്തുകളാണ്. അതിൽ തിരുവല്ലാമല, പഴയന്നൂർ, കൊണ്ടാഴി, ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, ഇങ്ങനെ ഈ 6 പഞ്ചായത്തുകളാണ്. അപ്പോൾ 6 യൂണിറ്റുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഈ 6 പഞ്ചായത്തുകളിലും ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ എല്ലാം ഏതാണ്ട് ഇതിലിപ്പോൾ ഇനി ഒരു അനുബന്ധ പരിപാടി മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതായത് ഏപ്രിൽ മാസം 5-ാം തീയതി ബാലോത്സവം, അതായത് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഉപയോഗിച്ച് കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാലോത്സവം ഈ മാസം 5-ാം തീയതി, അതായത് ശനിയാഴ്ച തോന്നൂർക്കര വായനശാലയിൽ വെച്ച് നടക്കുകയാണ്. മറ്റുള്ള അനുബന്ധ പരിപാടികളൊക്കെ തന്നെ നോട്ടീസിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരിപാടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര പ്രഭാഷണ പരമ്പരയാണ്. ആ പ്രഭാഷണ പരമ്പര 5-ാം തീയതി പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. അതിൻ്റെ വിഷയം ആഗോളതാപനവും പരിസ്ഥിതി സംരക്ഷണവും. 5:30 നമ്മൾ ഓപ്പൺ ആയിട്ട് നടത്താനാണ്, തുറന്ന വേദികൾ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 6-ാം തീയതി ഇതേ സമയത്ത് തന്നെ 5:30 മുതൽ ഡോക്ടർ കെ പ്രദീപ് കുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗമാണ്, ചേലക്കരക്കാരനുമാണ്. അദ്ദേഹം ആണ് പ്രഭാഷണം നടത്തുന്നത്, ശാസ്ത്രവും മാനവികതയും. ഏപ്രിൽ 7-ാം തീയതി ആരോഗ്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന ഒരു വിഷയത്തെ അധികരിച്ച് ഡോക്ടർ പി സരിനാണ്. പി സരിനും ഒരർത്ഥത്തിൽ ചേലക്കരയുമായി ബന്ധപ്പെട്ട ആളാണ്. ഏപ്രിൽ 8-ന് മാധ്യമം, രാഷ്ട്രീയം, സമൂഹം. EEFIയുടെ ദേശീയ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണനാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധി തുറക്കുന്ന ലോകം, അതാണ് ഏപ്രിൽ 9-ാം തീയതിയിലത്തെ പ്രഭാഷണം. അത് സെൻറ് തോമസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജിജു എ മാത്യു. ഇങ്ങനെയുള്ള 5 ദിവസത്തെ പ്രഭാഷണം. അതിനുശേഷമാണ് ഈ 12, 13 തീയതികളുള്ള സമ്മേളനം നടത്തുന്നതിനുള്ള നല്ല ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ തന്നെ MLAയുടെ നല്ല പങ്കാളിത്തമുണ്ട്. MP-യും നമ്മളോട് ഈ പരിഷത്തിൻ്റെ സമ്മേളനം നടത്തിപ്പിൻ്റെ വിജയത്തിനെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു തരത്തിലുള്ള സമ്മേളനം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ശാസ്ത്രാഭിരുചി വളർത്തി ഒരു സമൂഹത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തി നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ 62 വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു കേവലം പ്രതിനിധി സമ്മേളനം എന്നതിലുപരി ഡിസംബർ മാസത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചതിന് ശേഷം 6 പഞ്ചായത്തുകളിലുമായി വ്യത്യസ്തമായ അനുബന്ധ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചത്. 1000-ഓളം പേർ പങ്കെടുക്കാവുന്ന വിവിധ തലത്തിലുള്ള പരിപാടികൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ചെറുതുരുത്തിയിൽ വനിതാ സംഗമം എന്ന വനിതാ പാർലമെൻറ്റ് എന്നൊരു പരിപാടി ജനങ്ങളെ ആകെ ആകർഷിച്ച ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ കിള്ളിമംഗലത്ത് ഊർജ ഗ്രാമം എന്നുള്ളൊരു പരിപാടി ഇതിനകം സംഘടിപ്പിക്കുകയുണ്ടായി. ചേലക്കരയിൽ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയാണ് ഇതിനകം പൂർത്തീകരിച്ചത്. നമ്മുടെ ആരോഗ്യ സെമിനാർ എന്നൊരു പരിപാടിയാണ്. വിവിധ ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആരോഗ്യ സെമിനാർ നടത്തിയത്. പഴയന്നൂർ പഞ്ചായത്തിൽ വയോജന സെമിനാർ സംഘടിപ്പിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ മാതൃകയാക്കിക്കൊണ്ട് അവിടെ നിന്നുള്ള വ്യക്തികളാണ് ആ പരിപാടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത്. തിരുവിലാമലയിൽ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടുള്ള ഒരു വിഷയമാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർ വിദ്യാസാഗറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അതുപോലെ തന്നെ കൊണ്ടാഴി പഞ്ചായത്തിൽ നമ്മൾ 2 പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. ഒന്ന് നമ്മൾ വിദ്യാഭ്യാസ സെമിനാർ, വ്യാസ കോളേജിലെ ഒരു ഡോക്ടറാണ് ഡോക്ടർ സുശീൽ കിഷോർ അല്ലേ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ തന്നെ അവിടെ നമ്മൾ പരിഷത്തിൻ്റെ ഒരു പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമം കൂടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനേക്കാൾ അപ്പുറം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനർ പറഞ്ഞ പോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് എന്താണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കുക. പരിഷത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ പിരിവ് നടത്തി ഒരു സമ്മേളനം നടത്തുന്ന സംഘടനയല്ല എന്ന് സമൂഹത്തിന് അറിയിക്കേണ്ടതുണ്ട്. പരിഷത്തിൻ്റെ ശാസ്ത്ര പുസ്തകങ്ങളും അതുപോലെ തന്നെ പരിഷത്തിൻ്റെ മറ്റു ഉപകരണങ്ങളും ജനങ്ങളിലേക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾ, പ്രധാനപ്പെട്ട 3 സ്കൂളുകളിലാണ് ഇപ്പോൾ ഇതിനകം നമ്മൾ ഈ സയൻസ് ലൈബ്രറി എന്ന ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയത്. നമ്മുടെ ചെറുതുരുത്തിയിൽ 1.5 ലക്ഷം രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങളും അതേപോലെ തന്നെ പാഞ്ഞാൾ 54,000 രൂപയുടെ പുസ്തകങ്ങൾ, 1,45,000 50,000 രൂപയുടെ അടുത്ത് വരുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ SMT സ്കൂളിലേക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ വിവിധ വായനശാലകളും ഇതിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാഞ്ഞാൾ വായനശാല, അതുപോലെ തന്നെ പുലാക്കോട് വായനശാല, ഇപ്പോൾ നടക്കാൻ പോകുന്ന നമ്മുടെ മായൂർ KSMRMS വായനശാല, അതുപോലെ പഴയന്നൂർ വായനശാല തുടങ്ങിയുള്ള വായനശാലകളും ഇതിൻ്റെ ഭാഗമായി പരിഷത്ത് നിലവിലിറക്കിയിട്ടുള്ള പുസ്തകങ്ങളുടെ നിലവിൽ ലഭ്യമായിട്ടുള്ള ഓരോ കോപ്പികൾ
ആ വായനശാലയിൽ ഉണ്ടാകുമെന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ബാക്കി പത്രം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത്തരം പുസ്തകങ്ങൾ സമീപിക്കാവുന്ന ഒരു കേന്ദ്രമായി ആ വായനശാലയെ മാറ്റാവുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏപ്രിൽ 5-ാം തീയതി ബാലോത്സവം മാഷ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള ശാസ്ത്ര പ്രഭാഷണങ്ങളാണ് വിവിധ പ്രമുഖ വ്യക്തികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ശാസ്ത്രബോധം സമൂഹത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനുള്ള ചില ആയുധങ്ങളായി തന്നെയാണ് പുസ്തകങ്ങളും അതുപോലെ തന്നെ പരിഷത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റൂറൽ ടെക്നോളജി ജനങ്ങളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും. ആ ഒരു പ്രവർത്തനമാണ് പരിഷത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സമ്പത്ത്. കാരണം പരിഷത്തിൻ്റെ എന്ത് പ്രവർത്തനം നടത്തണമെങ്കിലും സാമ്പത്തികമായി നിലകൊള്ളുന്നത് പരിഷത്ത് രൂപം കൊണ്ട അന്നു മുതലേ പുസ്തക പ്രചാരണത്തിലൂടെയാണ്. അതേപോലെ തന്നെ മുമ്പ് പരിഷത്ത് ഊർജം എന്ന് പറയുന്നത് ഊർജത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഇതുണ്ടായിരുന്നു. വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈദ്യോർജത്തെ വെച്ച് മാത്രം ആണ് മുന്നോട്ട് പറഞ്ഞിരുന്നത്. കേരളത്തിൽ അതിലാണ് കൃത്യമായി പഠിക്കുകയും അതിനെ അനുസരിച്ചിട്ടുള്ളൊരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തപ്പോൾ അതിനോടൊപ്പം വേണ്ട ഒന്നാണ് അടുക്കളയിലേക്ക് വേണ്ട ഊർജത്തെക്കുറിച്ച് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാകുന്ന പ്രശ്നം നേരിടാൻ പോകുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുപ്പ്, പുകയേൽക്കാത്ത അടുപ്പ് എന്ന് പറയുന്ന ഒന്ന് രൂപപ്പെടുത്തി വന്നത്. അതിൻ്റെ പ്രചരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന ഒരു പ്രദേശമാണ് ചേലക്കര. കാരണം ചേലക്കര പ്രദേശത്തുള്ള മുഴുവൻ പരിഷത്ത് പ്രവർത്തകരും അടുക്കളയിൽ അടുപ്പ് വെച്ചു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ നീലണ്ട മാഷൊക്കെ അന്ന് അടുപ്പ് ഫിറ്ററാണ്. പ്രമോദ് പിന്നീടത് കാലങ്ങളായിട്ട് ഇപ്പോഴും അടുപ്പ് ഫിറ്ററാണ്. ആ തരത്തിൽ അടുപ്പ് കൊടുക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അത് മാത്രമല്ല, 10% മാത്രം ആണ് വിറക് എത്തുമ്പോൾ കിട്ടുന്നുള്ളൂ. അത് 26% ഊർജം ഉപയോഗിക്കാൻ സാധിച്ചു. 16% അഡീഷണൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. വേറൊന്ന്, എന്തിനാണ് അരി വേവിക്കാൻ ഇത്രയധികം അടുപ്പിൽ വിറക് വയ്ക്കേണ്ട ആവശ്യം? അവിടെയാണ് ചൂടാറപ്പെട്ടി എന്ന് പറയുന്ന ഒന്നിലേക്ക്, വളരെ ലളിതമായ ഏതൊരു വീട്ടുകാർക്ക് ഉപയോഗിക്കാവുന്ന ചൂടാറപ്പെട്ടി. എന്നാൽ ഒരു കൊല്ലം ചൂടാറപ്പെട്ടി ആണ് വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്തതിന് ഉപയോഗിക്കുന്നതെങ്കിൽ 5 പേര് താമസിക്കുന്ന ഒരു വീടിൻ്റെ അകത്താണെങ്കിൽ 2 ഗ്യാസ് സിലിണ്ടർ ആ വീട്ടിൽ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അനുഭവമാണ്. അതുകൊണ്ട് 2 സിലിണ്ടർ കുറയുക എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ 1000 വീടുകളിൽ ചൂടാറപ്പെട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പ്രദേശത്ത് എത്ര ഗ്യാസ് സിലിണ്ടർ കുറയ്ക്കാൻ പറ്റും? അതുവഴി പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ നമ്മളൊരു കാര്യം ഇടപെടുമ്പോൾ അത് ആഗോള താപനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്, അതേപോലെ ആരോഗ്യത്തിൻ്റെ ബേസ് എടുക്കുന്നുണ്ട്. മൊത്തം ഊർജം ഒരു പ്രധാനപ്പെട്ട എല്ലാ ഡെവലപ്മെൻറ്റിലെ അടിസ്ഥാന ഘടകം ഊർജ്ജമാണ്. അതുകൊണ്ടാണ് എല്ലാ കോർപ്പറേറ്റുകളും ഊർജ്ജത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അത് വേണം. അതുകൊണ്ടാണ് ഇവിടുത്തെ സംഘാടക സമിതി തന്നെ എടുത്ത് ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് ഊർജ്ജഗ്രാമം എന്ന് പറയുന്ന ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ സാധ്യമായ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഉള്ള ആൾക്കാർ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അത്ര കണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത്രയും ആ വൈദ്യോർജ്ജത്തിൻ്റെ മുകളിലാവും. എന്നാൽ അടുക്കളയിലെ ഊർജ്ജത്തിൻ്റെ ഇത് മാതൃകയായി കാണിക്കാൻ പറ്റുമോ? അത് വലിയ ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ 2 പഞ്ചായത്തുകളിൽ ആ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് നിൽക്കാത്ത, ഇപ്പോൾ തുടക്കം കുറിച്ച് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നിൽക്കാത്ത ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പരിഷത്തിൻ്റെ ഒരു സമ്മേളനം നടന്നു കഴിഞ്ഞാലും പരിഷത്തിൻ്റെ ഈ ആശയം ആ പ്രദേശങ്ങളിൽ കുറേ കാലങ്ങളോളം നിൽക്കാവുന്ന തരത്തിലേക്കാണ് സംഘാടക സമിതി ആ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും.
നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.